ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3യുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്. വാട്ട് എ സൂപ്പർ ഷോ. അല്ലെ, ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലെ. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. അവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് അവന് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ, അവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ഹി ഡിഡൻ ഗെറ്റ് ദി ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഓക്കെ, അപ്പൊ 72th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ: മിഷൽ ഇസ് ഡാഷ് ദാൻ നട്ടാഷ. നമുക്കറിയാം ഓൾഡർ ദാൻ എന്നാണ് നമ്മൾ പറയാ അല്ലെ. ഓൾഡർ ദാനും എൽഡർ ടു എന്നാണ് പറയാ. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, ഓൾഡർ ദാനും എൽഡർ ടു കേട്ടോ. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഇനി 74th വൺ: ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു ആണ്. ലുക്ക് ഫോർവേഡ് ടു അതിനുശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ING ഫോം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ജെറണ്ട് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. ഓക്കെ, അപ്പൊ 74th ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഇനി 75 നോക്കാം. റിപ്പോർട്ട് ദി സെന്റൻസ്. ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റം വരുത്തണം അല്ലെ. ഐ ഹാവ് ബീൻ ഹിയർ എന്നുള്ളത് എന്തായിട്ട് വരും? ഹാവ് ബീൻ എന്നുള്ളത് ഹാഡ് ബീൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസിൽ ഹാഡ് ബീൻ ആണ്. ഹിയർ എന്നുള്ളത് എന്തായിട്ട് മാറും? ദേർ ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഇവിടെയും ദേർ ഉണ്ട്, ഇവിടെയും ദേർ ഉണ്ട്. ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് മാറ്റാം. ഓക്കെ, പിന്നെ ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. അപ്പൊ ജോഷുവ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഐ എന്നല്ല പറയാ, എന്ത് പറയണം? ഹീ എന്ന് വേണം പറയാൻ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം: വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദി കോർണർ? നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. റൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞാൽ വെരി നിയർ ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗിവൺ ബിലോ. അപ്പൊ ഇതിൽ ഏതാ കോമ്പൗണ്ട് വേർഡ് ആയിട്ടുള്ളത്? ഹോൾവേ ആണ്. 2 വാക്കുകൾ ഫോം ചെയ്യുന്ന ഒരു വേർഡിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. ഹോൾ ഉണ്ട്, വേ ഉണ്ട്. ഓക്കെ, അപ്പൊ 77th ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ: വാട്ട് ഇസ് എ ഫീമെയിൽ ടൈഗർ കോൾഡ്? ടൈഗ്രസ് ആണ് അല്ലെ. ഓക്കെ, ഫീമെയിൽ ടൈഗർ നമ്മൾ എന്താ പറയാ? ടൈഗ്രസ് എന്ന് പറയും. പ്രിഫിക്സ് ഇസ് ലെറ്റർ ദാറ്റ് കം അറ്റ് ദി ബിഗിനിങ് ഓഫ് എ വേർഡ്. പ്രിഫിക്സ്, സഫിക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറയുന്നതാണ്. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ പ്രീ അല്ലെ. അപ്പൊ ബിഗിനിങ് ആണ്. പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. എന്തായിരിക്കും? സിനോപ്സിസ് ആയിരിക്കും. സിനോപ്സിസ്. സിനോപ്സിസ് ആണ് അതിന്റെ പ്ലൂറൽ ആയിട്ട് വരിക കേട്ടോ. ഇത് സിനോപ്സിസ് സിംഗുലർ ആണ്. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്. അപ്പൊ സംതിങ് വരുമ്പോൾ എന്തായാലും ഇറ്റ് ആയിരിക്കും വരിക എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഹാപ്പൻഡ് ഉണ്ട്, ED ഉണ്ട്. അപ്പൊ നമുക്കറിയാം എന്താ വരിക? ഡിഡ് കൂട്ടിയിട്ട് വരണം അല്ലെ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ആൻസർ ഡിഡിന്റ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ. Put in the correct preposition. The program starts dash 8:15 AM. The program starts at 8:15 AM. എക്സാക്റ്റ് ആയിട്ട് ഒരു ടൈം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതാ യൂസ് ചെയ്യുക? അറ്റ് വേണം യൂസ് ചെയ്യാൻ. The principal dash to speak to you. The principal wants to speak to you. ഓക്കെ, സിമ്പിൾ പ്രസന്റൻസ് ആയിട്ടുള്ള wants ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 84th വൺ: ടേൺ ദ ഗിവൺ സെന്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. സ്പെസിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൻസർ ഇസ് റൈറ്റ്. ഓക്കെ, ആക്റ്റീവ് വോയിസിനെ പാസീവിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മേരി ഓപ്പൺ ദ ഡോർ. നമുക്കറിയാം ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ടെൻസിന് മാറ്റം വരില്ല അല്ലെ. അപ്പൊ എന്താ വരണ്ടേ? ഇവിടെ ഓപ്പൺ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ആൻസർ വരണം അല്ലെ. പിന്നെ V3 ഫോമും വരണം. പിന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റ് വേണം, ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരാൻ. സോ ആൻസർ ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദി ഇന്റൻഡഡ് ഐഡിയ ഇൻ ദി ഫോളോയിങ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ് ആണ്. അതായത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചൈൽഡ് ലൈക്ക് ഫേസ്. ചൈൽഡിഷ് ഫേസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ, ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ചൈൽഡ് ലൈക്ക് ആണ് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ദി ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വേർഡ്. ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡന്റ് ടേൺ അപ്പ്. അപ്പൊ അവൻ വന്നില്ല അല്ലെ. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ വന്നില്ല, പ്രത്യക്ഷപ്പെട്ടില്ല എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ബട്ട് ഹി ഡിഡന്റ് ടേൺ അപ്പ്. അടുത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആമിക്കബിൾ. ആമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ലി ആണ് അല്ലെ. സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ആമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഇസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്? കോഷ്യസിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയുള്ള അല്ലെ. അപ്പൊ അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ റെക്ലെസ് ആണ്.
എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത. ഇതും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽഡ്? ഏതാണ്? മഹാവിപത്ത് എന്ന മീനിങ് വരുന്ന വാക്ക് കാറ്റസ്ട്രോഫെ അല്ലെ? ഇറ്റ്സ് ഓപ്ഷൻ സി ആണ്, കാറ്റസ്ട്രോഫെ. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. പൈസ ഇല്ലാത്ത ഒരാളെ പറയുന്നത് പോപ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ പാപ്പർ എന്നൊക്കെ പറയും. ആ ഒരു വേർഡാണ് പോപ്പർ കേട്ടോ. എജൈൽ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, നിമ്പിൾ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. അല്ലെ? പാസർ ബൈ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരൻ എന്നുള്ളൊരു മീനിങ് ആണ് പാസർ ബൈ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എഴുതിയെന്ന് വിചാരിക്കണു. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ള സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.